ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ തേർഡാമത്തെ വ്ലോഗാണ്. സോ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ നാട്ടിലേക്ക് പോകാനുണ്ട്, തന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. സോ അതാണ് ഇന്നത്തെ പരിപാടി. മെയിനായിട്ട് പർച്ചേസിങ് ആണ്. സോ നമുക്ക് പോയാലോ? രണ്ട് സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. ഒന്ന് ഫ്ലെമിംഗോ പാർക്കും, രണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും. സോ ഫസ്റ്റ് പോയത് ഫ്ലെമിംഗോ പാർക്കിലാട്ടോ. സോ അതിന് മുന്നേ നമുക്കൊരു ചായ നിർബന്ധമാണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചായ അത്ര നിർബന്ധമല്ലായിരുന്നു, പക്ഷേ ഉപ്പൻ്റെ കൂടി ഉപ്പക്ക് ചായ നിർബന്ധം. അതപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ചായ കിട്ടുന്ന സ്ഥലം, അടിപൊളി ചായ കേട്ടോ കൊടുത്തത്. ഈ കാണുന്നതാണ് നമ്മളെ നാട്ടിലേക്ക് കിട്ടുന്ന 6-ാം നമ്പറില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ്, ഭയങ്കര എരിവും ഒരു എന്താ പറയുക ഭയങ്കര ക്രിസ്പിയും, തൊള്ളലിടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ നമ്മളതൊക്കെ കുടിച്ച് നേരെ നമ്മളെ വിട്ടത് ഫ്ലെമിംഗോ പാർക്കിലാക്കാട്ടോ പോയത്. സോ നോക്കൂ ഗൈസ്, 2 കപ്പിൾസ് പോകുന്നത് നമ്മളെ കൂട്ടാതെ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനുണ്ട്, അതിനനുസരിച്ചാട്ടോ ഞാൻ നീങ്ങുന്നത് മെല്ലെ. പിന്നെയാണ് എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാനൊക്കെ ചെറുതായിട്ടൊരു പേടിയോ, കാരണം സൗദി ആണല്ലോ, ചിലപ്പോൾ പറ്റോ ഇല്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവലുണ്ട്. പിന്നെ ഗൈസ്, ഇതൊരു വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ഒരു മായാലോകമാണ്. അതായത് വെഡ്ഡിങ്ങിനുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി, എന്തൊരു ഭംഗിയാന്ന് പറയും ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഡ്രസ്സും. പക്ഷേ എനിക്ക് എത്ര ആയിട്ടില്ലേ ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ നേരിട്ട് കാണുന്ന ഭംഗി എനിക്ക് ഈ വീഡിയോസിൽ കിട്ടുന്നില്ല. അമ്മാതിരി ഡ്രസ്സായിരുന്നു എല്ലാ ഡ്രസ്സും കാണാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കാൻ തോന്നും ഗൈസ്. അമ്മാതിരി ഭംഗിയേനെ. അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, ഇത് ഇഷ്ടമായിക്കണോ അത് ഇഷ്ടമായിക്കണോ എന്ന്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഡ്രസ്സിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഇതെനിക്ക് എന്തായാലും ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങളും കണ്ടോ കേട്ടോ. ചേരുന്ന കളർ ഏതാ? നമുക്ക് ഇഷ്ടമായത് എൻ്റെ ഉമ്മക്ക് ഇങ്ങനത്തെ റെഡ്, മെറൂൺ, ഗ്രീൻ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എനിക്കത് ചേരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന കുറേ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. മുകളിലാണ് നമ്മൾ ഈ മേക്കപ്പ് അങ്ങനത്തെ ആക്സസറീസ് ഉള്ള സ്ഥലം, അടിയിൽ മൊത്തം വെഡ്ഡിങ് ഗൗൺ അങ്ങനത്തെ സംഭവങ്ങളാണുള്ളത്. പിന്നെ ഇത് സ്വർണ്ണമല്ല, സ്വർണ്ണം പോലെ ഇരിക്കുന്ന മറ്റേ റോഡ് ഗോൾഡിൻ്റെ സംഭവം ആട്ടോ ഇത്. ബട്ട് ഗോൾഡും ഇവിടെ ഉണ്ട്, ഗോൾഡിൻ്റെ വേറെ സ്ഥലമുണ്ട്. നമ്മൾ അവിടെ ചുമ്മാ ഒന്ന് കയറിയിരുന്നു കേട്ടോ. നല്ല പൈസ ആണ് ഗൈസ്, ഇപ്പോൾ പൊന്നിനൊക്കെ എമ്മാരി പൈസ. അതേപോലെ അവിടെയും നല്ല പൈസ ആയിരുന്നു. സോ ഞങ്ങൾ അതൊന്നും നോക്കിയില്ല, നേരെ വേറെ ഷോപ്പിലേക്ക് പോയി. അവിടെയും ഗൗൺ തന്നെയായിരുന്നു. കുറേ നല്ല ഗൗണൊക്കെ ഞാൻ എൻ്റെ അനിയത്തിക്കൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി വലിയൊരു കോമഡി നടന്നു. അയ്യേ, ഉപ്പൻ്റെ സെലക്ഷനാണ് ഈ റെഡ്. ഉപ്പൊക്കെ എന്തോരം നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ടായിട്ട് എൻ്റെ ഉപ്പൊക്കെ ഇഷ്ടമായത്. ഇപ്പം ആ കാണുന്ന ആ വൈറ്റ് കളറുള്ള ഗൗണാണ്. നമ്മളെ പണ്ടത്തെ എനിക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ. അതാണ് എൻ്റെ ഉപ്പൊക്കെ ഇഷ്ടമായത്. പിന്നെ ഞങ്ങൾ നേരെ ഗോൾഡിൻ്റെ സെക്ഷനിലേക്ക് ചുമ്മാ അങ്ങനെയൊക്കെ വില എന്നറിയാൻ പോയതായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒടുക്കത്തെ പൈസ അവിടെ. ഞങ്ങൾ നേരെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പ്രേ സ്മെല്ല് ചെയ്യാൻ തന്നിട്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അവിടുത്തത്. പിന്നെ ഞാനും ഉമ്മയും കൂടെ ആയിരുന്നു മോളൊക്കെ പോയത്. അപ്പോഴേക്ക് ഉപ്പ തിരിച്ച് പോയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ആക്കിയിട്ട്. അങ്ങനെ നമ്മൾ മോളത്തെ സെക്ഷനിലൊക്കെ പോകണം കേട്ടോ. അവിടെ ഫുള്ള് ഇങ്ങനെ നമ്മളെ മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ഫുഡ് കോർട്ട്, കുട്ടികളെ കളിക്കുന്ന സ്ഥലം, അങ്ങനത്തെ ആണ് അവിടെ ഉള്ളത്. ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന ഫൗണ്ടേഷൻ, അതായത് ഇതിൻ്റെ കളർ കറക്റ്റ് ആയിട്ട് വരുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേനും അങ്ങനെ ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ മേക്കപ്പ് ആക്സസറീസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അവിടെ കണ്ടിന്യൂ എല്ലാം വാങ്ങി കൂട്ടണമെന്നുണ്ട്. ബട്ട് ബഡ്ജറ്റ് എവിടെ? നമ്മളെ കയ്യിൽ പൈസ ഉള്ളല്ലോ, വാങ്ങണമെന്ന് ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാം നോക്കി അയകറിക്ക് നിന്നു. സോ പിന്നെ നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലായിരുന്നു, നമ്മളെ ഈ ടെർട്ടറിൻ്റെ ആ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഒരു ടൈമിൽ കുറേ ഇങ്ങനെ ഭയങ്കര വൈറലായിരുന്നു ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അങ്ങനെ ഞാനും വലിയ അളപ്പിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കി, എന്താ ഇതിൻ്റെ റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട്. തുറന്നതേ ഓർമ്മയുള്ളൂ, ആകെ മെസ്സായി കിടക്കുന്നത്. അപ്പം തന്നെ അടിച്ച് അവിടെ വെച്ച്. പിന്നെ എനിക്ക് അതിൻ്റെ കളർ എനിക്ക് സൂട്ടാവുന്ന അവിടെ കണ്ടതും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടി നോക്കി നിന്ന് ഞങ്ങൾ വേറെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാഗ് അങ്ങനത്തെ ഒക്കെ കണ്ടു, പക്ഷേ ഞങ്ങൾ കയറിയില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ ഇങ്ങോട്ട് പോവുക. പിന്നെ ഉമ്മക്ക് മാക്സി അവിടുത്തെ നോക്കാൻ പോയി. ബട്ട് ഉമ്മക്ക് അവിടുത്തെ മാക്സിയും വലിയ ഇഷ്ടമായിട്ടില്ല. എന്താ പറയുക, എത്യോപ്യക്കാരൊക്കെ ഒരു ഷോപ്പാണ്, മീൻസ് അവരൊക്കെ ഇടുന്ന ഒരു മാക്സി ഞാൻ അവിടെ കണ്ടിട്ട്, അവരൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണത്. അതും കണ്ടു, ചെക്ക് ചെയ്തു. ഞങ്ങൾ നേരെ അവിടെ നിന്നും ഇറങ്ങി. പർദ്ദയും പെർഫ്യൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. സോ നല്ല സ്മെല്ലുള്ള പെർഫ്യൂമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഉപ്പ വാങ്ങി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഓൾറെഡി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് നോക്കി പിന്നെ കുറച്ചൊന്ന് ചെക്ക് ചെയ്യാനുള്ളത് തന്നത്. അതും കൈ പിടിച്ച് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഷോപ്പിലേക്കാട്ടോ. സോ ഇവിടെ കുറേ നല്ല മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് കസ്റ്റമർ സർവീസ് അത്ര പോരാ എന്ന് വേണമെങ്കിൽ പറയാം. മീൻസ് വേണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളൊരു മട്ടാണ്. ഞാൻ ഇവളടുത്ത് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്, എവിടെ അതിൻ്റെ കളേഴ്സ് എവിടെയാണ്. അവൾ അവിടെ എവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഓരോ പാട്ടിൽ പോയി. സോ ലാസ്റ്റ് ഞാൻ തപ്പി പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ.
മറ്റേ ഷോപ്പിലത്തെ കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് പറ്റുന്ന ഷെയ്ഡും കാര്യങ്ങളൊക്കെ അവരെടുത്ത് തന്നിരുന്നു. സോ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഞാനൊരൊന്ന് കണ്ടുപിടിച്ചെടുത്ത് എനിക്ക് പറ്റുന്നതുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ എടുത്തൊരു കൺസീലറാണ്, ബട്ട് ഇത് ഭയങ്കര ഡാർക്കായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്ക് വേണ്ടി എടുത്തത് ഈ ക്രിസ്റ്റീൻ്റെ പെൻ സ്റ്റിക്ക് 2-in-1 കേട്ടോ. അതായത് കൺസീലറും ഹൈലൈറ്ററും ആണ് ഇതിലുള്ളത്. ഒരു കുടുക്കിയിൽ 2 സാധനം കിട്ടില്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങോട്ട് വാങ്ങി. എനിക്കാണെങ്കിൽ പറ്റുന്ന കളറും ആയി കിട്ടിയത്, അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് വാങ്ങി. പിന്നെ ആണെങ്കിൽ അത് കുറച്ച് ഒരു അഫോർഡബിൾ പ്രൈസ് ആണെന്ന് തോന്നി, അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. സോ അതും വാങ്ങി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ തിരിച്ച് പോരാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കുറ്റബോധം, ഇത്രയും വീടിൻ്റെ അടുത്തായിട്ട് ഞാൻ അവിടെ വന്നില്ലല്ലോ, അവിടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോട്ട്. ഇപ്പോഴാണ് ഏകദേശം എല്ലാം വാങ്ങി എല്ലാം വെച്ചുപോയി. സോ അതുകൊണ്ട് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു, നേരത്തെ വന്നില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഷോപ്പ് എടുക്കാൻ നേരം കയറിയത് ഈ ഒരു ഷോപ്പിലേക്കാട്ടോ. എന്നിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഗൗണുണ്ട്. സോ ബ്രൈറ്റ് ടു ബിക്കൊക്കെ ഇടാൻ പറ്റും എൻ്റെ മൈൻഡിൽ ആ ഒരു സെറ്റ്. സോ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് ഇട്ടിട്ടുണ്ട് ബ്രൈറ്റ് ടു ബിക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പിങ്ക് കളർ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. സോ അത് നല്ല രസമുണ്ടായിരുന്നു. ഇത് വീഡിയോസിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 3 കളേഴ്സ് ആയിരുന്നു ഉള്ളത്, പർപ്പിൾ, പിങ്ക്, അതിനൊരു ഓഫ് വൈറ്റ്. അത് നോക്കി ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് പിന്നെ അധികം ചെക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. സോ അപ്പോഴേക്ക് അവിടെ ഏകദേശം ക്ലോസ് ചെയ്യാന്നുള്ള നിപ്പിലായിരുന്നു. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ഞാൻ ഈ പിക്കാച്ചിനെ കണ്ടത്. സോ കണ്ടപാടി ഞാനത് സ്റ്റെക്കായി. പിന്നെ അടുത്ത് പോയി നോക്കുമ്പോണ്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ ഒന്ന് നോക്കി പഠിപ്പിക്കുന്നുണ്ട്, ഈ അതിന് വാങ്ങാനങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിലേ. പിന്നെ ഞാൻ വേഗം തിരിച്ച് വെച്ച് വേഗം പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലെമിംഗോ പാർക്കത്തെ അരിച്ച് വരക്കലിന് ശേഷം പിറ്റേന്നാണ് ഞാൻ നെസ്റ്റോയിലേക്ക് പോയത് കേട്ടോ. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പിറ്റേന്നാണ് നമ്മൾ നെസ്റ്റോയിലേക്ക് സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയത്. ഓക്കെ, എനിക്ക് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ആണല്ലോ ചെയ്യൽ. അപ്പോൾ നാട്ടിൽ പോയാൽ ഞാൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഉമ്മൻ്റെ വീട്ടിലായിരിക്കും ഞാൻ നിൽക്കുക. അപ്പം നാട്ടിൽ ആർക്കും അറിയില്ല എനിക്ക് യൂട്യൂബിലുള്ള കാര്യങ്ങളൊന്നും. ബട്ട് എനിക്കെല്ലാം അവിടെ പോയിട്ട് റെഡിയാക്കണം, അതായത് ടേബിള് എല്ലാം ശരിയാക്കണം. അവിടെ എനിക്കൊരു വക സാധനമില്ല, കാരണം യൂട്യൂബൊക്കെ ഞാൻ സൗദിയിൽ വന്നിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നാട്ടിലെത്തിയിട്ട് എനിക്കെല്ലാം റെഡിയാക്കണം. അപ്പോൾ പോയ പാടെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. സോ ഞാൻ പയ്യെ ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങളാരും എന്നെ ഇട്ടിട്ട് പോകണ്ടെന്ന് പറയാം. ക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ലാത്ത ഇങ്ങനത്തെ ലോങ് വീഡിയോസും പിന്നെ അല്ലാത്ത അവിടുത്തെ ഡേ ആയിട്ടുള്ള ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഒന്ന് സെറ്റായിട്ട് ക്രാഫ്റ്റിൻ്റെ വീഡിയോയും ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി എടുക്കുന്നുണ്ട്. കുറച്ച് സാധനമാണല്ലോ, അവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വെയിറ്റ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. അങ്ങനെ അത് വാങ്ങുന്നുണ്ട്. പിന്നെ ന്യൂട്ടെല്ല വാങ്ങുന്നുണ്ട്. ലിസ്റ്റൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ ലിസ്റ്റിലില്ലാത്തത് വാങ്ങിയിട്ടാണ് പോകുന്നത്. ലിസ്റ്റിലുള്ള ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടില്ല. ബട്ട് ഇപ്പോഴാണെങ്കിൽ എൻ്റെ പെട്ടി മൊത്തം ഫുള്ളാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം ഏകദേശം ഇപ്പം എൻ്റെ മൊത്തം 30 കിലോയിലും കൂടിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഡ്രസ്സ്, ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് അതന്നെ വെക്കുമ്പോണ്ട് കുറേ. പിന്നെ ഇതെല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല. വാങ്ങിയത് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഇതൊരു ജെൽമുട്ടയാണ്, എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നൊസ്റ്റാൾജിക് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ സാധനങ്ങൾ എടുക്കണം നോക്കി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്തുള്ള സാധനങ്ങളെല്ലാം നോക്കിയപ്പോൾ തോന്നി എനിക്കിതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ എല്ലാം അവിടെ തന്നെ വെച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഷോപ്പിംഗ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോസ് എന്നുള്ള നിങ്ങളെ കമൻറ്റ്സ് എന്തായാലും മറക്കണ്ട. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്കോ അതും മറക്കണ്ട കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ.